കളങ്കാവിൽ മമ്മൂക്കയുടെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. പിന്നെ ശരിക്കും ആ ക്യാരക്ടറിനെ നന്നായിട്ട് ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. ശരിക്കും വില്ലനായിട്ട് തന്നെയാണ് അത്. മമ്മൂക്ക തന്നെ ഓൾറെഡി അത് റിവീൽ ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്, സിനിമയിൽ അത് വളരെ എന്താ പറയുക, നമുക്ക് ആദ്യമേ മനസ്സിലാവുകയും ചെയ്യും മമ്മൂക്കയുടെ ക്യാരക്ടർ അങ്ങനെയാണെന്നുള്ളത്. എക്സലൻറ്റ് പെർഫോമൻസ് ആണ്. പക്ഷേ പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഞാനൊരിക്കലും മമ്മൂക്കയെ അങ്ങനത്തെ ക്യാരക്ടേഴ്സിൽ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്നത് തന്നെ മമ്മൂക്കയ്ക്ക് ഏറ്റവും എന്താ പറയുക, ഭയങ്കര നമ്മുടെ എല്ലാവരുടെയും ഒരു അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് പുള്ളി ചെയ്യുന്നത്. സോ പെർഫോമൻസ് വൈസ് ബ്രില്യൻറ്റ്, സൂപ്പറാണ്. എല്ലാവർക്കും ധൈര്യപൂർവ്വമാണ്. ഒരു വ്യത്യസ്തമായിരുന്ന ഒരു കുറ്റാന്വേഷണ കഥ എന്ന് പറയാം. ഇതുപോലെ ഒരുപാട് കേസുകൾ നമ്മുടെ കേരളത്തിൽ പകുതിക്ക് വെച്ച് നിർത്തിപ്പോയിട്ടുണ്ട്. കാരണം ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതേപോലെ പോവുകയാണെങ്കിൽ മറ്റു പല കേസുകളും തെളിയിക്കാൻ പറ്റുമെന്നാണ് ഈ സിനിമ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങണം. എന്തായാലും നല്ല ഒരു പോലീസ് ത്രില്ലിംഗ് കഥാപാത്രം സൂപ്പർ ആയിട്ടുണ്ട്. അതിലും മമ്മൂക്ക പല പല പേരുകളിലാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. എന്തായാലും മമ്മൂക്കയുടെ മുൻകാലങ്ങളൊരു കനൽക്കാറ്റ് നത്ത് എന്ന് പറഞ്ഞത് ആ കഥാപാത്രത്തിൻ്റെ പേര് ഇതിൽ വിനായകനും കൊടുത്തിട്ടുണ്ട്. എന്തായാലും നന്നായിട്ടുണ്ട്. നമുക്ക് മമ്മൂക്കനെ അപ്പോൾ ആ കനൽക്കാറ്റിലെ ആ കഥാപാത്രത്തെ ഓർക്കാൻ പറ്റി. അതിൽ നല്ലൊരു ചിത്രം തന്നെ കളങ്കാവൻ. എല്ലാവർക്കും ധൈര്യപൂർവ്വം. അപ്പം ഞാൻ പറയാം, അത് കളങ്കാവിൽ എൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് വളരെ ആകാംക്ഷ ഉണ്ടാക്കിയ പടമാണ്. ഞാൻ കാണുന്ന മമ്മൂക്കയുടെ 300ാമത്തെ പടമാണ് കളങ്കാവിൽ. കളങ്കാവിലിനെ കുറിച്ച് പറയുമെങ്കിൽ ഏറ്റവും ആദ്യം അതിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ കഥയും സംവിധാനം വളരെ നന്നായിട്ടുണ്ട്. അതായത് നമ്മളെ ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാത്ത രീതിയിൽ പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള അതിൻ്റെ സംവിധാനം, അതുപോലെ BGM ഇതെല്ലാം നന്നായിട്ടുണ്ട്. ഇതിനകത്ത് അഭിനയത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വിനായകൻ ഇതിനകത്ത് ജീവിച്ചു, മമ്മൂക്ക ഇതിനകത്ത് അഭിനയിച്ചു. യുവ സൂപ്പർ സ്റ്റാറുകളോട് ഇങ്ങനത്തെ ഒരു റോള് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. അതിന് മമ്മൂട്ടിക്ക് തന്നെ ആ ധൈര്യമുള്ളൂ. കാരണം ആ ഒരു ലെവലിലാണ് പടം ടോട്ടലി ചെയ്ത് വെച്ചിട്ടുള്ളത്. മമ്മൂട്ടി എല്ലാ അർത്ഥത്തിലും മമ്മൂട്ടിയുടെ പെർഫോമൻസ് വേറെ ലെവലാണ്. പിന്നെ അതുപോലെ വിനായകനെ എടുത്തു പറയണം. മമ്മൂട്ടിയുടെ സെയിം പെർഫോമൻസ്, മമ്മൂട്ടിനേക്കാളും ആ പോലീസിൻ്റെ ഒരു ഗെറ്റപ്പ് ഉണ്ടല്ലോ, ഒരു വേറെ ലെവൽ പോലീസ്. നമ്മൾ പല സിനിമകളിലും പല പോലീസുകാരനെ കണ്ടിട്ടുണ്ടെങ്കിലും വിനായകൻ്റെ ഒരു വേറെ ലെവലാണ്. ആ പുള്ളിയുടെ ആക്ടിങ് ടോട്ടലി അടിപൊളി. എല്ലാം കൊണ്ടും എന്താ പറയുക, ടോട്ടലി സസ്പെൻസ് വെച്ചുകൊണ്ട് അടിപൊളി ക്ലൈമാക്സ്. അത് മെഗാസ്റ്റാർ ആ ഒരു റോൾ എടുത്തത് കിടിലനായിരുന്നു. പൊളിച്ചിട്ടുണ്ട്. ആർക്കും ധൈര്യപ്പെടാത്ത റോളാണ് മമ്മൂട്ടി ഏറ്റെടുത്തുള്ളത്. എന്തുകൊണ്ടും പടം സൂപ്പറാണ്. കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ഇപ്പോഴും ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. മൈൻഡ് ബ്ലോയിങ് അടിപൊളിയായിരുന്നു. ലാസ്റ്റ് നിമിഷം വരെ നമ്മളിങ്ങനെ ഏറ്റവും സീറ്റിൽ പിടിച്ചു നിർത്താൻ ഞെട്ടിച്ചോ?